ആര് കണ്ടാലും തൊഴാനിറക്കുന്ന നായ്ക്കുട്ടിയുടെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ മക്കൾക്ക് സമയമുണ്ട്. പക്ഷേ 10 മാസം 9 മാസം തന്നെ നൊന്ത് പ്രസവിച്ച പാവപ്പെട്ട മാതാപിതാക്കൾ അവർ വൃദ്ധകളാകുമ്പോ മലമൂത്ര വിസർജനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമ്പോ താൻ പെട്രോൾ ഡോളറിന്റെ ഉച്ചിട്ടം കൊണ്ട് അറബിയെ പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയ മാർബിളിന്റെ തറയിൽ തന്റെ വൃദ്ധയായ മാതാവിന്റെ മലമോ മൂത്രമോ ഒരൽപ്പം വീടുമ്പോ ആ മാതാവിനെ ഇരുളടഞ്ഞ വൃദ്ധസദനത്തിന്റെ ഇടനാഴികളിലേക്ക് മക്കൾ വലിച്ചെറിയപ്പെടുമ്പോ പട്ടികളുടെ മലമൂത്ര വിസർജനത്തിന് ചെലവഴിക്കാൻ മക്കൾക്ക് സമയമുണ്ട്, മാതാപിതാക്കളുടെ സംരക്ഷിക്കാൻ മക്കൾക്ക് സമയമില്ല. ഈ ഒരവസ്ഥയിലേക്ക് ലോകത്തിന്റെ സമവാക്യങ്ങൾ മാറുമ്പോ എന്തിനേറെ പാൻപരാഗ് വാങ്ങിക്കാനും മദ്യം വാങ്ങിക്കാനും പൈസ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ എറണാകുളത്തിലെ അപ്പാർട്ട്മെന്റിൽ രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്ന മാതാവിനെ കയ്യിലിരുന്ന കത്തി കൊണ്ട് പുറകിൽ നിന്ന് കുത്തിവീടിക്കുന്ന മക്കളുടെ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നറിയുമോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്. മാതാവിന്റെ കാലടിപ്പാതയിലാണ് നിന്റെ സ്വർഗ്ഗം ഇരിക്കുക. ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നിന്റെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഇരിക്കുന്നതെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വലിയ പ്രഖ്യാപനത്തെ കുറിച്ചുള്ള ലക്ഷ്യത്തിലേക്കുള്ള നിന്റെ പ്രയാണത്തിന് മാതാപിതാക്കളുടെ കോപം നിനക്ക് തടസ്സമാകുമെന്ന പ്രവാചകന്റെ വാക്കുകൾ അനുസരിച്ചിരുന്നു എങ്കിൽ ഈ ലോകത്ത് ഉണ്ടാകുമായിരുന്നോ?